ഹായ്, എസ് എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലരും നമുക്ക് കുറേ മെസ്സേജ് അയച്ചിട്ടുള്ളൊരു കാര്യമാണ് വെൽത്ത് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഈ ഒരു വെൽത്ത് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമുള്ള കാര്യമാണ്. അതിപ്പോൾ കുറച്ച് ചില കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ആവശ്യമുണ്ട്, ബാക്കിയുള്ളവർക്ക് ആവശ്യമില്ല, അങ്ങനെയൊന്നുമല്ല. നമുക്ക് എല്ലാവർക്കും വേണ്ടത് തന്നെയാണ് ഈ ഒരു വെൽത്ത് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ എങ്ങനെയാണ് വെൽത്ത് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുക, അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള മെത്തേഡ് ഏതാണ് എന്നുള്ളതാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. വലിയ രീതിയിൽ വലിയ റിസ്ക് ഉള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതൊന്നുമല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഒന്നിൻ്റെയും ആവശ്യമില്ല. നല്ല രീതിയിലുള്ള കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ, അതുപോലെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചെയ്ത് നോക്കാം, റിസൾട്ട് എന്തായാലും കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം വെൽത്ത് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് എങ്ങനെയാണ് എന്നുള്ളത്. ഇതിൽ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ എന്തിനെയാണ് അട്രാക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതായത് നിങ്ങൾ ആദ്യം ഉറപ്പിക്കണം എനിക്ക് ഇന്ന കാര്യമാണ് വേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ ചിലർക്ക് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കടബാധ്യതയോ മറ്റോ വന്നു കഴിഞ്ഞാൽ അതൊന്ന് സോൾവ് ചെയ്യുക എന്നുള്ളൊരു ആവശ്യമായിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ മറ്റു പലർക്കും ഒരു ജോബ് കിട്ടുക, എന്നിട്ട് അതിലൂടെ ക്യാഷ് ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെ ആയിരിക്കും വിചാരിക്കുന്നുണ്ടാവുക. അതേപോലെ ചിലപ്പോൾ ചിലർ വിചാരിക്കുന്നുണ്ടാവുക ആർക്കെങ്കിലും ക്യാഷ് കൊടുത്തിട്ടുണ്ടാവും, അപ്പോൾ അത് കിട്ടണം എന്നുള്ളതൊക്കെ ആയിരിക്കും. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് യഥാർത്ഥമായിട്ടുള്ള ആവശ്യം എന്നുള്ള കൃത്യമായത്, ആ ഒരു എന്താണ് ആവശ്യം എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ ആദ്യം കാണുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു 2 മാസം കൊണ്ട് എനിക്ക് 20,000 രൂപ ഉണ്ടാക്കാൻ കഴിയണം എന്നുള്ള, ഞാൻ വളരെ ചെറിയൊരു കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മളെപ്പോഴും ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ വലിയ രീതിയിൽ എനിക്ക് 10 ലക്ഷം രൂപ കിട്ടണം എന്നുള്ള രീതിയിലൊന്നും നിങ്ങൾ ചെയ്യരുത്. വളരെ കുഞ്ഞു കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പിന്നെ വലിയ കാര്യങ്ങളിലേക്ക് പോകുന്നതാണ് ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ ഒരു 2 മാസം കൊണ്ട് 20,000 രൂപ കിട്ടണം, അല്ലെങ്കിൽ ഒരു 20,000 രൂപ സാലറി കിട്ടുന്ന ഒരു ജോബ് ശരിയായി കിട്ടണം. ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിൽ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാം. എന്താണ് വേണ്ടതെന്നുള്ള കൃത്യമായിട്ട് നിങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് വെക്കുക. എന്നിട്ട് ഇനി അങ്ങോട്ടാണ് നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് വരുന്നത്. വേറെ ഒന്നുമില്ല, നിങ്ങൾ രാത്രിയും രാവിലെയുമാണ് ഇത് ചെയ്യേണ്ടത്. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ഒക്കെ വേണ്ടി വരും, 5 or 10 മിനിറ്റ്സ്, 5 to 10 അതിൻ്റെ ഇടയിൽ ഒക്കെ തീരും. അത്രയേ ഉള്ളൂ, വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലും രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുന്നുമാണ് നിങ്ങളത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുന്നാണ് എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ റൂമിൽ ആയിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ ആ റൂമിനകത്ത് പോയിരിക്കുക. എന്നിട്ട് വേറെ ശല്യമൊന്നും ഉണ്ടാവരുത്. ഞാൻ എല്ലാ വീഡിയോയിലും, എല്ലാ മാനിഫെസ്റ്റേഷൻ വീഡിയോസിലും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, വേറെ ആരുടെയും ശല്യം നിങ്ങൾക്ക് ഉണ്ടാവരുത്. ഇപ്പോൾ റൂമിൽ തന്നെ 2-3-4 പേരായിട്ട് കിടന്നുറങ്ങുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അവർ പുറത്തിരിക്കുന്ന സമയത്ത് വേഗം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അവരില്ലാത്തൊരു സ്ഥലത്ത് പോയി ഇരുന്നിട്ട് ചെയ്യാം, എന്നിട്ട് വന്നിട്ട് കിടന്നുറങ്ങാം. പക്ഷേ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെ നിങ്ങളൊന്ന് കിടന്നുറങ്ങുന്നതാണ്. അതായത് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാതെ, ഇപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസോ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊന്നും ചെയ്യാതെ പിന്നെ ഡയറക്റ്റ് ആയിട്ട് ഉറങ്ങുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നോക്കുക മാക്സിമം. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ ഇങ്ങനെ ഇരിക്കുക, ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. അതേപോലെ നമ്മൾക്ക് ഒരു കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ടും ഒന്ന് കൂളാവാൻ വേണ്ടിയിട്ടും എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് പ്രാക്ടീസ് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം, അതായത് ഇപ്പോൾ 20,000 രൂപ സാലറി കിട്ടുന്ന ഒരു ജോബ് നിങ്ങൾക്ക് ഓക്കെ ആവണം എന്നുള്ളതാണെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കാണുക, ആ ജോബ് കിട്ടിയതൊക്കെ ആയിട്ട് കാണുക. അതല്ലെങ്കിൽ ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇത്ര രൂപ കിട്ടണം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം കിട്ടിയതായിട്ട് നിങ്ങൾ മനസ്സിൽ കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടാവേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇത് ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ശരിക്കും ആ ഒരു കാര്യം നടന്ന് കഴിയുമ്പോൾ ഉണ്ടാവേണ്ട ആ ഒരു ഹാപ്പിനെസ് ആയിരിക്കണം അനുഭവിക്കാൻ കഴിയേണ്ടത്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ കഴിയണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ക്യാഷ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എത്രത്തോളം സന്തോഷം ഉണ്ടാവും, ആ സന്തോഷം നിങ്ങൾക്ക് അതായത് ഇത് ചെയ്യുന്ന സമയത്ത് അനുഭവിക്കാനായിട്ട് കഴിയണം. അതിനുശേഷം നിങ്ങൾ ആ ക്യാഷ് ഇപ്പം എന്തെങ്കിലും കാര്യത്തിന് യൂസ് ചെയ്യുന്നതായിട്ടും ഒക്കെ നിങ്ങൾക്ക് ആലോചിക്കാം. അപ്പോൾ ആ ഒരു ക്യാഷ് കയ്യിൽ വരുന്നതായിട്ട് നിങ്ങൾ ആലോചിക്കുക, ജസ്റ്റ് വിഷ്വലൈസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് അഫർമേഷൻസ് ഉണ്ട്, അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അഫർമേഷൻസ് എന്താണെന്നുള്ളത് ഞാൻ പറയാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതാണ് അഫർമേഷൻ, ഇതാണ്: ഞാൻ സമ്പത്ത് ആകർഷിക്കുന്നു, എനിക്ക് അവസരങ്ങൾ പ്രതിദിനം വരുന്നു, അതേപോലെ തന്നെ എൻ്റെ കഴിവിനും ശ്രമത്തിനും ധനമെത്തും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ 2 അഫർമേഷനായിട്ട് നിങ്ങൾക്ക് ഇത് എഴുതാം. അതായത് ഞാൻ സമ്പത്ത് ആകർഷിക്കുന്നു, പ്രതിദിനം
എനിക്ക് അവസരങ്ങൾ വരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അഫർമേഷൻ ആയിട്ട് എഴുതാം. അതേപോലെ എൻ്റെ കഴിവിനും ശ്രമത്തിനും ധനം എത്തും എന്നുള്ളത് നിങ്ങൾക്ക് വേറൊരു അഫർമേഷൻ ആയിട്ടും എഴുതാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ അഫർമേഷൻ എഴുതുകയോ അതല്ലെങ്കിൽ പറയുകയോ ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞാൽ മതി. നിങ്ങൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ അഫർമേഷൻസ് നിങ്ങൾ പറയുക. ഒരെണ്ണം ഒരു 3 പ്രാവശ്യമൊക്കെ വെച്ചിട്ട് നിങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കാന്നല്ല, അങ്ങനെ പറയണം. അപ്പോൾ ഇത് നിങ്ങൾ രാത്രിയാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് അങ്ങനെ നിങ്ങൾ കിടന്നുറങ്ങാം. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോഴും ഇത് വീണ്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ രാത്രി ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെ കിടന്നുറങ്ങിയേക്കണം. രാവിലെയും അത് ചെയ്തിട്ട് മീൻസ് നിങ്ങൾ എഴുന്നേറ്റിട്ട് ഇത് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നീട് നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട. ഇപ്പം രാവിലെയും ചെയ്ത് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എനിക്ക് ഇന്ന് ക്യാഷ് കിട്ടും എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ടൊന്നും ഇരിക്കരുത്. നിങ്ങൾ ആ ഒരു കാര്യം അത് രാവിലെ എഴുന്നേറ്റ് പ്രാക്ടീസ് ചെയ്തതോടുകൂടി അത് കഴിഞ്ഞു. എന്നിട്ട് പിന്നെ നിങ്ങൾ ബാക്കിയുള്ള നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട്. നമ്മളിത് ചുമ്മാ യൂണിവേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒന്ന്, നിങ്ങൾക്ക് എപ്പോഴും ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. അതായത് ഇപ്പം നിങ്ങൾക്ക് എല്ലാം യൂണിവേഴ്സ് തരുന്നുണ്ട് എന്നുള്ളതിന് നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു അഫർമേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾക്ക് താങ്ക് യു യൂണിവേഴ്സ് എന്നുള്ളത് ഒരു 3 പ്രാവശ്യം പറയാം. അതേപോലെ തന്നെ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലൊക്കെ എഴുതാം. അതായത് ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയതിന് നന്ദി എന്നുള്ളത് നിങ്ങൾക്ക് ജേണലൊക്കെ എഴുതി വെക്കാം. ഇതൊക്കെ നല്ലതാണ്. അതായത് ഞാൻ ഫസ്റ്റ് പറഞ്ഞ വെൽത്ത് അട്രാക്ട് ചെയ്യാനുള്ള ആ ഒരു മെത്തേഡ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതായത് രാത്രിയും രാവിലെയൊക്കെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള വിഷ്വലൈസേഷനും അഫർമേഷൻസും നിങ്ങൾക്ക് പറയാം. ഇനിയിപ്പോൾ എൻ്റെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ജസ്റ്റ് ഒരു ഗ്രാറ്റിറ്റ്യൂഡൊക്കെ എഴുതി വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതേപോലെ തന്നെ ഇപ്പം നമുക്ക് ഡെയിലി കിട്ടുന്ന എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും എഴുതി വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു ദിവസം ഒരു നേട്ടം ഉണ്ടായി എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു ജേണലിലൊക്കെ എഴുതി വയ്ക്കാം. അതൊക്കെ എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ജസ്റ്റ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. തന്നെ ഇരുന്നതിന് ശേഷം എന്താണ് നിങ്ങൾക്ക് കൃത്യമായി വേണ്ടതെന്നുള്ളത് നിങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് നിങ്ങൾ ആ ഒരു കാര്യം നടന്നതായിട്ട് മനസ്സിലിങ്ങനെ വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള അഫർമേഷൻസ് 2-3 പ്രാവശ്യം പറയുക. അത് കഴിഞ്ഞിട്ട് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അങ്ങനെ ഉറങ്ങുക. അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത്രയാണ് നിങ്ങൾ ചെയ്യാനുള്ളത്. ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. ഒരു 21 ദിവസമൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതല്ലാതെ ഒരു 2 ദിവസമൊക്കെ ചെയ്തിട്ട് അയ്യോ ഞാൻ വിചാരിച്ച പോലെ എനിക്ക് ക്യാഷ് ഒന്നും വന്നില്ല എന്ന് പറയരുത്. ഇതിന് ശരിക്കും ഇത്ര സമയം ഇത്ര ദിവസം ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ 21 ദിവസം ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാനായിട്ട് അത് സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ യൂണിവേഴ്സിൽ വിശ്വസിച്ചിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അങ്ങനെ അല്ലെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്